നമസ്കാരം. യൂട്യൂബിലെ പുതിയൊരു അപ്ഡേറ്റ് വന്നത് എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ ചാനലിൻ്റെ ഐഡൻറ്റിഫയർ അഥവാ നമ്മുടെ ചാനലിനെ തിരിച്ചറിയുന്ന ഒരു സംഭവമാണ് യൂട്യൂബിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. ചാനലിനുള്ള ഒരു ഐഡൻറ്റിഫയർ ആണ്. ഈ യൂട്യൂബ് ഹാൻഡിലിൽ ഒരു അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട് യൂട്യൂബ്. എനിക്ക് 6 ദിവസങ്ങൾക്ക് മുൻപ് ഒരു മെയിൽ വന്നു. അതായത് നമ്മുടെ പ്രാദേശികമായ ഭാഷ, അതായത് യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്ന 75 ഭാഷകളുണ്ട്. അതിൽ നമ്മുടെ മലയാളവുമുണ്ട്. ഈ മലയാളത്തിലേക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഹാൻഡിൽ വേണമെങ്കിൽ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞങ്ങളുടെ ചാനലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് മല്ലു കിടിലൻ ഫാമിലി എന്നാണ്. അതായത് ആദ്യം ഒരു @ ചിഹ്നമുണ്ട്. ആ ചിഹ്നം കഴിഞ്ഞിട്ട് മല്ലു കിടിലൻ ഫാമിലി. നിങ്ങളെല്ലാവർക്കും നിങ്ങളുടെ ഹാൻഡിൽ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ ചാനൽ നെയിമിൻ്റെ താഴെ ഈ ഹാൻഡിൽ എന്ന് പറയുന്ന കുറച്ച് ലെറ്റേഴ്സും നമ്പറും ഒക്കെ കാണാം. അതായത് ഒരു @ ചിഹ്നം കഴിഞ്ഞിട്ട് കുറച്ച് HVEC 1 2 3 4 അങ്ങനെ ഒരു ഇത് കാണാം, സെൻറ്റൻസ് പേര് പോലെ. അതാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള യൂട്യൂബിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഹാൻഡിലാണ് യൂട്യൂബ് അപ്ഡേഷൻ വരുത്തി എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയത്. നേരത്തെ അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ 75 ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലയാളത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം. നമ്മുടെ ചാനലിൻ്റെ പേരും ഈ ഹാൻഡിലിൻ്റെ പേരും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മുടെ ചാനലിൻ്റെ പേര് ഇപ്പം ഞങ്ങളുടേതിനെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് രണ്ടും ഒരുപോലെ ഇരിക്കും. പക്ഷേ മറ്റു പലരുടെയും ചാനലിൻ്റെ പേരും ഈ ഹാൻഡിലും രണ്ടായിട്ടാണ് കാണുന്നത്. ഹാൻഡിൽ എവിടെയൊക്കെയാണ് കാണുന്നത്? അതായത് ഷോർട്ട്സ് ടാബിലും സെർച്ച് റിസൾട്ടിലും കമൻറ്റിലും മെൻഷനിലുമാണ് ഹാൻഡിൽ കാണുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇപ്പോൾ നമ്മളെ ഒരാൾ ഹൈലൈറ്റഡ് മെസ്സേജ് എന്ന് പറഞ്ഞ് നമുക്ക് അയക്കുകയാണെങ്കിൽ ആ ഹൈലൈറ്റഡ് മെസ്സേജിൽ കാണുന്നതാണ് നമ്മുടെ ഹാൻഡിൽ എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ ഈ ഹാൻഡിൽ എഡിറ്റ് ചെയ്തിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ ഹാൻഡിൽ മല്ലു കിടിലൻ ഫാമിലി എന്നാക്കി മാറ്റി. അപ്പോൾ നമുക്ക് ഇത് 14 ദിവസത്തിനുള്ളിൽ തിരിച്ച് പഴയ ഹാൻഡിലേക്ക് പോകാനുള്ള സൗകര്യം യൂട്യൂബ് ഒരുക്കുന്നുണ്ട്. ഈ 14 ദിവസം യൂട്യൂബ് നമ്മളുടെ പഴയ ആ ഒരു ഹാൻഡിലിൻ്റെ ആ ഒരു പേര് ഹോൾഡ് ചെയ്യുകയും 14 ദിവസത്തിന് ശേഷം നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതാവുകയും ചെയ്യും. ഹാൻഡിൽ എന്ന് പറയുന്നത് 3 മുതൽ 30 വരെ ക്യാരക്ടർ പറ്റും. നമുക്ക് യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്ന 75 ലാംഗ്വേജ് ഉണ്ട്. അതിൽ _ യൂസ് ചെയ്യാം, ഹൈഫൻ യൂസ് ചെയ്യാം, പീരിയഡ്സ് യൂസ് ചെയ്യാം, ലാറ്റിൻ മിഡിൽ ഡോട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ ആരെങ്കിലും ഉപയോഗിക്കാത്തതുമായിരിക്കും. ഒരാൾ ഉപയോഗിച്ച ഹാൻഡിൽ നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഈ ഹാൻഡിലിൻ്റെ പേരിടുന്നതെല്ലാം നമ്മുടെ യൂട്യൂബിൻ്റെ ഗൈഡ് ലൈൻ, യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെ അതിന് ബാധകമായിരിക്കും. ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ബാധകമായിരിക്കും. അതിന് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൽ പെടാത്ത ഹാൻഡിലാണെങ്കിൽ യൂട്യൂബ് അത് അംഗീകരിക്കത്തില്ല. നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ചെറിയൊരു അപ്ഡേഷൻ ആയിരുന്നു യൂട്യൂബ് ഹാൻഡിൽ എന്ന് പറയുന്നത്. നമ്മൾ അതൊന്ന് എഡിറ്റ് ചെയ്തിരുന്ന എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കാണുമ്പോഴത്തേന് നമ്മുടെ ചാനലിൻ്റെ താഴെ ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് കിടക്കുന്നത് കുറച്ച് ലെറ്റർ, കുറച്ച് നമ്പർ, നമ്മളെ ചാനലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സംഭവമായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് മാറ്റിയിടുമ്പോഴത്തേന് നമ്മുടെ ചാനലിനെ പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും. അതാണ് ഈ ഹാൻഡിലിനൊരു പ്രത്യേകത. ഞാൻ ഭാഗ്യവശാൽ അത് നേരത്തെ മാറ്റിയായിരുന്നു. എൻ്റെ ഇംഗ്ലീഷിലെ ആയിട്ട് കുഴപ്പമില്ല. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ നമ്മുടെ മറ്റ് പ്രാദേശിക ഭാഷകളിൽ ഇത് അപ്ഡേഷൻ വന്നത്. അതാണ് മെയിൽ വന്നത്. നിങ്ങൾക്ക് മെയിൽ വന്ന് കാണും ജിമെയിലിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ID നോക്കിയാൽ അത് കാണാൻ സാധിക്കും. അപ്പം ചെറിയൊരു ഇൻഫർമേഷൻ, എനിക്ക് കിട്ടിയ ചെറിയൊരു ഇൻഫർമേഷൻ കുറേ ആളുകളെങ്കിലും അറിഞ്ഞു കാണും. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും പിന്തുണ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അനന്തമായൊരു യാത്രയാണ് യൂട്യൂബിലെ യാത്ര എന്ന് പറയുന്നത്. ഞാൻ പലവട്ടം അത് പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കറിയത്തില്ല ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പുതിയൊരു വീഡിയോയുമായി ഇനിയും വരാം. അതുവരേക്കും ഗുഡ് ബൈ.